പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമസ്കാരം. ഇന്ന് 2026 മാർച്ച് മാസം 3-ാം തീയതി ചൊവ്വാഴ്ച ദിവസം കേരള രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ സജീവമായിക്കൊണ്ടിരിക്കുകയാണ്. അഥവാ നിയമസഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വാർത്തകൾ സജീവമായി കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. അത്തരം ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. 2026 ഏപ്രിൽ മാസം 3-ാമത്തെ ആഴ്ച തെരഞ്ഞെടുപ്പ് നടന്നേക്കുമെന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന സൂചനകൾ. അതുപോലെ തന്നെ CPIMൻ്റെ പ്രധാനപ്പെട്ട നേതാക്കൾ ശൈലജ ടീച്ചർ, വിജയരാഘവൻ തുടങ്ങിയവർ മത്സരിക്കുമോ ഇല്ലേ, അതുപോലെ തന്നെ CPIയിലെ സിറ്റിംഗ് MLAമാർ ആയ നമ്മുടെ കാഞ്ഞങ്ങാട് അസംബ്ലി സെഗ്മെൻറ്റിൽ നിന്നുള്ള ചന്ദ്രശേഖരൻ, അതുപോലെ തന്നെ നാദാപുരം, അതുപോലെ ചിറയൻകീഴ് പോലെയുള്ള, അതുപോലെ നമ്മുടെ ആലപ്പുഴ ജില്ലയിലെ ചേർത്തല പോലെയുള്ള അസംബ്ലി സെഗ്മെൻറ്റ്സിൽ നിലവിലുള്ള CPIയുടെ സിറ്റിംഗ് MLAമാരിൽ ചിലർ 3 ടേം പൂർത്തീകരിച്ചിരിക്കുകയായതിനാൽ അവരും ഇത്തവണ മത്സര രംഗത്തുണ്ടാവുകയില്ല എന്നാണ് കേൾക്കുന്നത്. അതേസമയം തന്നെ CPIയിലെ 4 നിലവിലുള്ള മന്ത്രിമാരും ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചേക്കും എന്നും കേൾക്കുന്നുണ്ട്. അതിലെന്തായിരുന്നാലും ഒല്ലൂരിലും അതുപോലെ തന്നെ ഒല്ലൂർ അസംബ്ലി സെഗ്മെൻറ്റിലും അതുപോലെ മറ്റൊരു അസംബ്ലി സെഗ്മെൻറ്റ് ഞാൻ പെട്ടെന്ന് ഓർക്കുന്നില്ല. ഒല്ലൂർ അസംബ്ലി സെഗ്മെൻറ്റിൽ അത്ര വിജയസാധ്യത നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട കെ രാജനുണ്ടെന്ന് പറയാൻ കഴിയില്ല. അതുപോലെ തന്നെ ചേർത്തല അസംബ്ലി സെഗ്മെൻറ്റിൻ്റെ കാര്യം ഞാൻ ഇന്നലെ സൂചിപ്പിച്ചിരുന്നു. ചേർത്തല അസംബ്ലി സെഗ്മെൻറ്റിൽ ടി പ്രസാദ് അത്ര സുരക്ഷിതമായ ഒരു സാഹചര്യത്തിലല്ല ഉള്ളത്. അദ്ദേഹം അവിടെ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ നല്ല ഒരു സ്ഥാനാർത്ഥി, UDFൻ്റെ നല്ലൊരു സ്ഥാനാർത്ഥി വന്നാൽ ചേർത്തലയിലും ഇത്തവണ LDF പരാജയപ്പെടാനിടയുണ്ട്. അതേസമയം തന്നെ UDFിലെ ചില പ്രമുഖർ മത്സരിക്കുന്ന ചില അസംബ്ലി സെഗ്മെൻറ്റിൽ ഇത്തവണ LDF എറണാകുളം ജില്ലയിൽ ഉൾപ്പെടെ ചിലയിടങ്ങളിൽ വിജയിക്കാനുള്ള സാധ്യതയുമുണ്ട്. നന്ദി, നമസ്കാരം.